ഇലക്ടറൽ ബോണ്ട് കേസിൽ SBIക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ വെളിപ്പെടുത്താത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. SBI എല്ലാ വിവരങ്ങളും കൈമാറാത്തതിൽ ചീഫ് ജസ്റ്റിസ് അതൃപ്തിയും അറിയിച്ചു. അതേസമയം ഇലക്ട്രൽ ബോണ്ടുകൾ ഏറ്റവും കൂടുതൽ ലഭിച്ചത് BJPക്കാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി അടക്കം വിവിധ അന്വേഷണങ്ങൾ നേരിടുന്ന കമ്പനികളാണ് ബോണ്ടുകൾ അധികം വാങ്ങിയത്. ഈ വാർത്തയാണ് വിശദമായി ആദ്യം പരിശോധിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആർക്കെ, ഒരിക്കൽ കൂടി ഈ ഇലക്ട്രൽ ബോണ്ട് കേസ് ചർച്ചയായി മാറുകയാണ്. സുപ്രീം കോടതിയിൽ അത് വീണ്ടും വിമർശനത്തിന് ഇടയാക്കുന്നു. SBIക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. ഒപ്പം നോട്ടീസ് അയച്ചിരിക്കുന്നു സുപ്രീം കോടതി. എന്താണ് അതിന് കാരണമായ കാര്യം? ഈ സീരിയൽ നമ്പറുകൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ വിവരങ്ങൾക്ക്? ഗോപി, കോടതി ഇന്ന് ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ടുള്ള കാരണം, നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിലൊരു ഉചിതമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകും. സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ച് എടുത്ത ഉചിതമായിട്ടുള്ള താല്പര്യം ഈ വിവരങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ വരണം. ഇതെല്ലാം അറിഞ്ഞ് ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഈ വിധത്തിലുള്ള സംഘടനകളിൽ നിന്ന് അഥവാ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ഒക്കെയാണ് അതത് രാഷ്ട്രീയ പാർട്ടികൾ ഈ പണം കൈപ്പറ്റിയത് എന്നതടക്കമുള്ളത് അറിയാനായിട്ടുള്ള അവകാശം ജനങ്ങൾക്ക് ഉണ്ട്. വിവരാവകാശ നിയമത്തിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ സെക്ഷൻ 7 അടക്കമുള്ള കാര്യങ്ങളുടെ താല്പര്യം അതനുസരിച്ച് പാലിക്കപ്പെടണം എന്നത് സ്ഥാപിക്കാനായിട്ടാണ് സുപ്രീം കോടതി അത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. പക്ഷേ SBIയുടെ ഇതിന് നിയോഗിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ചുമതലപ്പെട്ടിട്ടുള്ള SBIയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിക്കുന്നത് കേവലം സാങ്കേതികത്വം ആയിട്ടുള്ള നടപടികളാണോ എന്ന സംശയമാണ് ഇന്ന് സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഇത്ര ശക്തമായിട്ടുള്ളൊരു വിമർശനത്തിലേക്ക് നയിക്കാനായിട്ട് വീണ്ടും പ്രേരിപ്പിച്ചിരിക്കുന്നത്. കാരണം SBI കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയും സുപ്രീം കോടതിയുടെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് പാത്രമാവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അവർ 2 PDF-കളിലായിട്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും അതിൻ്റെ കംപ്ലയിൻസ് റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ കോടതി എടുത്തിരിക്കുന്ന നിഗമനം അഥവാ ഇന്ന് ഈ കക്ഷികൾ ചൂണ്ടിക്കാട്ടിയത്, കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയത് അടക്കമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്തിയിരിക്കുന്ന അനുമാനം, സീരിയൽ നമ്പറുകൾ അടക്കമുള്ളവ മറച്ചുവെച്ചത് ഈ നടപടിക്രമങ്ങളെ കേവലം സാങ്കേതികമാക്കി അവസാനിപ്പിക്കാനായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമാണോ എന്നുള്ള ഒരു സംശയമാണ് സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ശക്തമായിട്ടുള്ള വിമർശനം SBIയോട് ഉന്നയിക്കുകയും 17-ാം തീയതിക്ക് അകം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒരു ബോണ്ടിനെ സംബന്ധിച്ച് സീരിയൽ നമ്പർ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ബോണ്ട് ഏത് സാഹചര്യത്തിൽ വാങ്ങിയെന്നോ ആ വാങ്ങിയ ആളിന്റെ താല്പര്യം, ആർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൂചനകൾ, ഇതൊക്കെ ഈ ബോണ്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി ഈ സീരിയൽ നമ്പർ ഉണ്ടെങ്കിൽ വേഗത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കും. ആവശ്യമെങ്കിൽ വിവരാവകാശം വഴി ജനങ്ങൾക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും. ഇതിനൊക്കെയുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ബലത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്ന നടപടികളുടെ പ്രത്യേകത. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു അപേക്ഷയുണ്ടായിരുന്നു. അവർ നവംബറിൽ സമർപ്പിച്ച രേഖകൾ, ആ രേഖകളുടെ ഒരു പകർപ്പും തങ്ങളുടെ പക്കൽ ഇല്ല. അവയെല്ലാം തങ്ങൾ ഉചിത താല്പര്യാർത്ഥം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ തന്നെ മറ്റൊന്നും എല്ലാവരെയും കോടതിയിലേക്ക് കൈമാറിക്കൊണ്ട് തങ്ങളുടെ പക്കൽ അതിനെക്കുറിച്ച് ഒന്നുമില്ല, അതിന്റെ ഒരു വീണ്ടെടുക്കൽ അനുമതി നൽകണം എന്നുള്ളതാണ്. ആ രേഖകൾ സുപ്രീം കോടതി നൽകും. 17-ാം തീയതിക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കണം എന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ. ശരി ആർക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായ നിരീക്ഷണം. ആരാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയത്, ബോണ്ടുകൾ വാങ്ങി അല്ലെങ്കിൽ ബോണ്ടുകളിലൂടെ, ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ഏത് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ചത് എന്നത് മാത്രമല്ല, ആരാണ് ഏത് ബോണ്ടാണ് എപ്പോൾ വാങ്ങി അത് കൃത്യമാകാനുള്ള അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ ഉൾപ്പെടെ നൽകണമെന്ന് പറഞ്ഞത്. 17-ാം തീയതിയാണ് SBIക്കുള്ള അവസാന തീയതി. മറ്റു വാർത്തകളിലേക്ക് കടക്കുന്നു. ഇലക്ഷൻ പ്രചാരണ ചൂടിലാണ് രാജ്യം എന്ന് നമുക്കറിയാം. എന്നാൽ ഔദ്യോഗിക ഇലക്ഷൻ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ആ നിർണായക പ്രഖ്യാപനം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന സൂചനയാണ് അല്പസമയം മുൻപ് പുറത്തുവന്നത്. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാറും സുബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ തുടങ്ങുകയും ചെയ്തു. ഇപ്പോഴും ആ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ഡൽഹിയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ആർക്കെ, നമുക്കിനി അറിയേണ്ടത് ഇലക്ഷൻ തീയതി, അത് കൃത്യമായിട്ട് എന്താണ് എന്നുള്ളതാണ്. ടെന്റേറ്റീവിൽ നമുക്ക് അറിയുന്നത് അടുത്ത മാസം 19 എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതല്ല, കൃത്യമായി ഏത് തീയതി എന്നൊരു പ്രഖ്യാപനം അത് അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ
പ്രജിൻ, ഈ കമ്മീഷന്റെ 2 അംഗങ്ങൾ ഇന്നാണ് ചുമതലയേറ്റിട്ടുള്ളത്. അതോടുകൂടി ഈ ന്യൂനപക്ഷമായിരുന്ന കമ്മീഷൻ, ഏകാംഗമായിരുന്ന കമ്മീഷൻ ഇപ്പോൾ കോറം ഫുള്ള് എന്ന രീതിയിലേക്ക്, പൂർണ്ണമായിട്ടുള്ള അംഗബലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ചേർന്ന, അത് പ്രാഥമികമായിട്ടുള്ളൊരു യോഗമാണ് ഈ കമ്മീഷണർമാർ ചേർന്നതിന് ശേഷം ഉണ്ടായത്. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലടക്കം ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എന്നാണ് ഈ യോഗം വിളിക്കുക എന്നതിനെ കുറിച്ചിട്ട് ഉള്ള ഒരു വിവരം ലഭ്യമാകുന്ന വിധത്തിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം അഥവാ അടുത്ത മണിക്കൂറുകളിൽ നമുക്കത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിലെ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സമയക്രമം പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ സമയം താമസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം മാർച്ച് 10-നാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അങ്ങനെയാണെങ്കിൽ പോലും വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്ന ക്രമം കണക്കിലാക്കിയാൽ പോലും ഇനി വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാലേ മതിയാകൂ. അതിനു വേണ്ടിയിട്ട് കമ്മീഷന് ആ പ്രകാരം കമ്മീഷന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ, നാളെയോ മറ്റന്നാളോ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാനായിട്ട് പോവുക. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് അനുസരിച്ചിട്ടുള്ള പ്രഖ്യാപനം അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതുകയും ചെയ്യാം. ശരി, ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. പൊതു തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് ഗൗരവമായി ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ സമ്പൂർണ്ണ ഇലക്ഷൻ കമ്മീഷൻ യോഗം പുരോഗമിക്കുന്നു ഡൽഹിയിൽ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച കേരള സർവകലാശാല കലോത്സവം പൂർത്തിയാക്കും. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് നിർദ്ദേശം. വി എ ഗിരീഷ് നൽകും അതിന് വിശദാംശങ്ങൾ തിരുവനന്തപുരത്തു നിന്നും. ഗിരീഷ്, യൂണിവേഴ്സിറ്റി കലോത്സവം, കേരള യൂണിവേഴ്സിറ്റി കലോത്സവം അത് പൂർത്തിയാക്കുമെന്ന തീരുമാനം സിൻഡിക്കേറ്റ് എടുക്കുന്നു. അപ്പോൾ അതെങ്ങനെ എന്ന ചോദ്യമാണ് പിന്നീട് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള എന്നാൽ നഗരപരിധിക്ക് പുറത്തുള്ള മറ്റേതൊരു കോളേജിൽ കലോത്സവം സംഘടിപ്പിക്കാമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നേരത്തെ ഉയർന്നു വന്നിരുന്നു. ആ രീതിയിൽ തന്നെയാണോ ഈ സിൻഡിക്കേറ്റ് യോഗത്തിലും ഉണ്ടായ ചർച്ചകളും തീരുമാനങ്ങളും? പ്രജിൻ, കേരള സർവകലാശാല കലോത്സവം പൂർത്തീകരിക്കാനുള്ള പ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം എത്തിയിരിക്കുന്നു. കാരണം ഇത് സർവകലാശാല കലോത്സവം പൂർത്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് സിൻഡിക്കേറ്റ് യോഗം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഇത് ഏത് കോളേജിൽ വെച്ച് നടത്തണം, നഗരത്തിന് പുറത്ത് വെച്ച് വേണോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഏതായാലും കലോത്സവം പൂർത്തീകരിക്കുക എന്നുള്ളതിന് തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാല പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഒരു സമിതിയെ രൂപീകരിക്കാനും ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. ഡോക്ടർ ഗോപചന്ദ്രൻ, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജി മുരളീധരൻ, ആർ രാജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഈ സമിതി ഒരാഴ്ചയ്ക്കുള്ളിൽ സിൻഡിക്കേറ്റിന് റിപ്പോർട്ട് നൽകും. ഇതിനുശേഷമായിരിക്കും നിലവിലുള്ള സർവകലാശാല യൂണിയന്റെ കാലാവധി 2 മാസവും കൂടി നീട്ടുന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനമെടുക്കുക. കഴിഞ്ഞ ദിവസം VC ഇത് സംബന്ധിച്ച് സർവകലാശാല യൂണിയനെ കാലാവധി നീട്ടി നൽകേണ്ടതില്ലെന്ന ഒരു തീരുമാനമെടുത്തിരുന്നു. എന്നാൽ സിൻഡിക്കേറ്റ് യോഗം ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാമെന്ന നിലപാടിലേക്ക് കടക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കലോത്സവം ഭാവിയിൽ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട സമഗ്രമായൊരു പഠനം നടത്താനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങളും കലാസാഹിത്യ രംഗത്തെ പ്രമുഖരും ഈ സമിതിയിൽ അംഗങ്ങളായിരിക്കുമെന്നും സിൻഡിക്കേറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിർത്തിവെച്ച കേരള സർവകലാശാല കലോത്സവം പൂർത്തീകരിക്കാനുള്ള സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമാണ്. പ്രജിൻ, ശരി, വി എ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുത്തിരിക്കുന്നു. എന്തായാലും നിർത്തിവെച്ച ആ കലോത്സവം, യൂണിവേഴ്സിറ്റി കലോത്സവം അത് പൂർത്തിയാക്കും. അത് എങ്ങനെ നടപ്പാക്കണം, ഏത് കോളേജിൽ ഏത് ക്യാമ്പസിൽ നടത്തണം എന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ പിന്നീടാണ് ഉണ്ടാവുക. അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി അല്പസമയത്തിനകം പത്തനംതിട്ടയിൽ എത്തും. ഇന്ന് അവിടെയാണ് റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക, അനിൽ കെ ആന്റണിയുടെ. ഇപ്പോൾ പത്മജ വേണുഗോപാൽ പത്തനംതിട്ടയിൽ സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം കാര്യങ്ങൾ. അദ്ദേഹം അമ്പലം മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പറയാൻ നിന്നാൽ ഒരു ദിവസം മുഴുവൻ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ. ഈ വികസന പ്രവർത്തനം നടത്താൻ വേറെ ഒന്നിനോടും ആഗ്രഹമില്ലാത്ത, എന്താ പറയുക, നമുക്ക് കുടുംബം, കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ഇത് വരും. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഭാരതമാണ്. അപ്പം ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അതിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇനി ആരോടും എന്നോട് എന്തിനാ BJP വന്നതെന്ന് ചോദിക്കേണ്ട, അതിനുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ ഞാൻ വന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അനിൽ ആൻ്റണി, ഞങ്ങളുടെ അച്ഛന്മാർ ഗ്രൂപ്പ് നല്ലോണം കളിച്ചിട്ടുണ്ട്. 2 പേര് അത്യാവശ്യം ഗ്രൂപ്പൊക്കെ കളിച്ച ആൾക്കാരായിരുന്നു. പക്ഷെ ഞങ്ങൾ മക്കൾ തമ്മിൽ അന്നും ഭയങ്കര സ്നേഹമായിരുന്നു. ഇവർ ഗ്രൂപ്പ് കളിക്കും, ഞങ്ങൾ സ്നേഹമായിട്ട് ജീവിക്കും. അപ്പം ഞാൻ തൃശ്ശൂർ നിൽക്കുന്ന സമയത്ത് അനിൽ ആൻ്റണി ഞാൻ വിളിക്കാതെ
എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്ന ഒരാളാണ്. അതുകൊണ്ട് ആദ്യം വരുന്നത് അനിലിൻ്റെ അടുത്തേക്ക് ആവണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കാര്യം, തൃശ്ശൂരിൽ നിന്ന് വരുന്ന എനിക്ക് എല്ലാ ജില്ലയിലും എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, ഇപ്രാവശ്യം BJP അക്കൗണ്ട് തുറന്നിരിക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട. അത് എത്ര എണ്ണം എന്ന് നോക്കിയാൽ മതി. ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ ഇവിടെ അധികാരത്തിലേക്ക് BJP എത്താൻ. ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ്. എനിക്ക് എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ട്. അവരെല്ലാം ഒരു സമയം നോക്കി നിൽക്കുകയാണ്. എൻ്റെ പിന്നാലെ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിന്നാലെ ഇനി പലരും വന്നുകൊണ്ടിരിക്കുക. അതെൻ്റെ മഹത്വമല്ല, ഞാൻ പാവം. കാരണം അവർ പറയണ്ടല്ലോ, പത്മജ പോയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന്. പത്മജ പോയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് ഇലക്ഷൻ കഴിയും പറയാം എന്താണെന്നുള്ളത്. വേറെ ഒന്നുകൊണ്ട് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല. എൻ്റെ ദുഃഖങ്ങൾ ആ പാർട്ടിയിലത്തെ പല പ്രവർത്തകർക്ക് അറിയാം, നേതാക്കൾക്ക് അറിയില്ല. അപ്പോൾ ആ പാർട്ടി പ്രവർത്തകർ വളരെയധികം സങ്കടത്തോടുകൂടി എന്നെ വിളിക്കാറുണ്ട്. അവരെല്ലാം ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ പോരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണത്. ഈ പാർട്ടി അടുത്ത അസംബ്ലിയിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമല്ല, ഇത്രയും കാലം കെ കരുണാകരൻ്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയതിൻ്റെ ആ പരിചയത്തിലാണ് ഞാൻ പറയുന്നത്. അച്ഛനൊരു രാഷ്ട്രീയത്തിലൊരു എന്താ പറയുക, എല്ലാ കളി അറിയുന്ന ഒരാളായിരുന്നു. അത് മുഴുവൻ കൂടെ ഒന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ഇതുവരെ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ കാരണം അവർ സമ്മതിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിന്നാ പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ്. ബന്ധങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ കൊണ്ട് നടക്കാറ്. എന്തുകൊണ്ടാണ് PC ജോർജ് ഏട്ടൻ എന്നെ കുറ്റം പറയാത്തത്? വേറെ ആരും പറഞ്ഞാലും എന്നെ പറയില്ല അദ്ദേഹം, കാരണം എന്നെ അത്ര ഇഷ്ടമാണ്. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രചാരണ വേദിയിൽ സംസാരിക്കുകയാണ് കോൺഗ്രസ് വിട്ട് ഏറ്റവും ഒടുവിൽ BJPയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാൽ. അനിൽ കെ ആന്റണിയുമായി ഉണ്ടായ വ്യക്തിബന്ധം അത് മറ്റൊരു കാരണമാണ് ഇന്നിപ്പോൾ ഈ റാലിയിൽ എത്താൻ എന്ന കാര്യം കൂടി പത്മജ വേണുഗോപാൽ അവിടെ പ്രസംഗത്തിൽ പരാമർശിക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 20-നാണ് റേഷൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള മസ്റ്ററിംഗ് തുടങ്ങിയത്. പക്ഷേ ഈ മസ്റ്ററിംഗ് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. റേഷൻ വിതരണം നിർത്തിവെച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഇന്ന് ഭക്ഷ്യവകുപ്പ് ശ്രമിച്ചെങ്കിലും ആ നീക്കം പാടെ പാളി. സെർവർ പണിമുടക്കിയതോടെ ജനങ്ങൾ പൊരിവെയിലെത്തായി. ഇതോടെ മസ്റ്ററിംഗ് നിർത്തിവെച്ചതായി ഭക്ഷ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. മഞ്ഞക്കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് നടത്താൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. ഫലത്തിൽ മസ്റ്ററിംഗും കുളമായി, റേഷൻ വിതരണവും മുടങ്ങി. സാങ്കേതിക തകരാറുകൾ കാരണം ഇന്നത്തെ മസ്റ്ററിംഗ് പ്രവർത്തനം പൊതുവിൽ അസൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റേഷൻ ഷോപ്പുകളിലൂടെ അരി വിതരണം നടത്തരുതെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നതാണ്. എന്നാൽ ചില കടക്കാർ അരി വിതരണം നടത്തുകയുണ്ടായി. അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നാൽ സാങ്കേതിക തകരാറ് വരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് അരി വിതരണം 3 ദിവസം നിർത്തിവെച്ചുകൊണ്ട് ഈ പ്രവൃത്തിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചത്. മഞ്ഞ നിറ കാർഡുകാർ ഇന്ന് രാവിലെ എത്തിയ ആളുകൾ, അവർക്ക് വീണ്ടും ഒരു ദിവസം കൂടെ വരുന്നത് ഒഴിവാക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഇന്ന് അവർക്ക് മസ്റ്ററിംഗ് നടത്താൻ സൗകര്യം ഒരുക്കാനാണ് നിർദ്ദേശമായി നൽകുന്നത്. ഗിരീഷുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഗിരീഷ്, നമുക്കറിയാം കേരളത്തിലെ ഈ റേഷൻ വിതരണം അത് പല സമയങ്ങളിലായി പലപ്പോഴായി നിർത്തിവെക്കേണ്ട സാഹചര്യം വരാറുണ്ട്. പലപ്പോഴും POS മെഷീൻസ് പണിമുടക്കുന്നു. അപ്പം മുതൽ കേൾക്കുന്നതാണ് ഈ സെർവർ തകരാറ്. അത് പരിഹരിക്കപ്പെടാതെ ഇതേപോലെ കിടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് മസ്റ്ററിംഗിന് ശ്രമിച്ചു, അതും നടന്നില്ല. അരി വിതരണം നടത്താൻ ശ്രമിച്ചു, അതും നടന്നില്ല. അങ്ങനെ മൊത്തത്തിൽ കുളമാണ് അവസ്ഥ. എന്താണ് നിലവിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? ഭക്ഷ്യവകുപ്പ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഈ പ്രതിസന്ധിയിൽ ഇടപെടാൻ പോകുന്നത്? പ്രജിൻ, സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക്, അതായത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ് POS മെഷീനുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിങ് വളരെ മുമ്പ് തന്നെ തുടങ്ങിയതാണ്. എന്നാൽ സംസ്ഥാനം നിർദ്ദേശിച്ച സമയത്തിനകവും ഇത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് റേഷൻ വിതരണം ഉൾപ്പെടെ പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് മസ്റ്ററിങ്ങിന് വേണ്ടി സമയം തിരഞ്ഞെടുത്തത്. ഇത് റേഷൻ കടകളിലും അതോടൊപ്പം തന്നെ റേഷൻ കടകൾക്ക് ചേർന്നുള്ള ക്യാമ്പുകളുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മസ്റ്ററിംഗ് നടത്താനുള്ള തീരുമാനമെടുത്തത്. പക്ഷേ രാവിലെ മുതൽ തന്നെ സെർവർ തകരാറിനെ തുടർന്ന് ഈ മസ്റ്ററിംഗ് പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. രാവിലെ മുതൽ വളരെ നൂറുകണക്കിന് ആൾക്കാരാണ് ഓരോ റേഷൻ കടകളിലും എത്തിച്ചേർന്നത്. പലരും പ്രായം ചെന്നവരും രോഗികളുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. നിത്യ ജോലിക്ക് പോകുന്നവർ ഉൾപ്പെടെ ഈ ആധാർ മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ടി റേഷൻ കടകളിലെത്തി. പക്ഷേ എല്ലായ്പ്പോഴും ഈ POS മെഷീൻ സാങ്കേതിക തകരാർ കാണിക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ജനങ്ങളുടെ ഭാഗത്തുനിന്ന്
പരാതികൾ ഉയരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. പക്ഷേ അപ്പോഴും പറഞ്ഞത് മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഇന്ന് മസ്റ്ററിംഗ് നടത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഈ സമയം വരെയും ഈ മഞ്ഞ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആ സാങ്കേതിക തകരാർ അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സെർവർ തകരാറാണ് ഇതിൻ്റെ കാരണമായി ഭക്ഷ്യവകുപ്പും അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരികളുമെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഭക്ഷ്യവകുപ്പ് ഒരു സെർവർ കൂടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യങ്ങളിലടക്കം തീരുമാനമുണ്ടായില്ല. മാത്രമല്ല സെർവറിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ചർച്ചകളും നടപടികളുമൊക്കെ തുടങ്ങുകയും ചെയ്തത്. ഇതൊന്നും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. മാത്രമല്ല സെർവർ തകരാർ ഇപ്പോഴും ഒരു വലിയ ശാപമായി റേഷൻ വിതരണത്തെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. റേഷൻ വിതരണം തടസ്സപ്പെടുന്നു. ഈ സെർവർ പ്രശ്നമാണ് എന്ന് നിരന്തരം പറയുന്ന ആ ഒരു വിശദീകരണം, എന്താണ് ഈ പ്രശ്നം, എന്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന സ്വാഭാവികമായ സാധാരണക്കാരുടെ ചോദ്യം അത് ഇപ്പോഴും അങ്ങനെ തുടരുകയുമാണ്. പ്രതിസന്ധി ഇന്ന് തീരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. വി എ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സംഭവിച്ചത് ആദ്യം തുടങ്ങിയപ്പോൾ എടുത്ത ആ വാർത്തയിൽ ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നു. ഇലക്ഷൻ പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നാളെ ഉണ്ടാകും, തീയതി നാളെയായിരിക്കും പ്രഖ്യാപിക്കുക എന്ന വളരെ സുപ്രധാനമായ വാർത്ത വരുന്നു. രാജ്യം കാത്തിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് എപ്പോഴായിരിക്കും നടക്കുക എന്ന് നാളെ അറിയാൻ സാധിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് വാർത്താ സമ്മേളനം വിളിക്കും എന്നാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നാളെ വൈകിട്ട് 3 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ സമ്മേളനത്തിലായിരിക്കും എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പ്രഖ്യാപിക്കുക. ഒപ്പം മറ്റ് ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ആ തീയതികളും നാളെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അച്യുതൻ ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അച്യുതൻ, സമ്പൂർണ്ണ യോഗത്തിൽ ഉണ്ടായ തീരുമാനമാണിത്. നാളെ വൈകിട്ട് 3 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി എപ്പോഴായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പ്രഖ്യാപിക്കും, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും പ്രജിൻ, പുതുതായി തെരഞ്ഞെടുത്ത 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചുമതലയേറ്റതിന് പിന്നാലെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക യോഗം ചേർന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സംസ്ഥാന പര്യടനങ്ങൾ നടത്തിയിരുന്നു. എല്ലാ സംസ്ഥാനത്തെയും സാഹചര്യമടക്കം വിശദമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു പര്യടനമാണ് നടത്തിയത്. ഒടുവിൽ ജമ്മു കാശ്മീരാണ് പര്യടനം നടത്തി അവിടെ വാർത്താ സമ്മേളനം അടക്കം നടത്തിയിരുന്നു. എന്തായാലും ഇതിനെല്ലാം ഒടുവിൽ ഈ പര്യടനത്തിനൊടുവിലുള്ള റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് ആ ഒരു തീയതി പ്രഖ്യാപനത്തിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നത്. ആ തീയതി, അതായത് ആ പ്രഖ്യാപനം നാളെ 3 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. നാളെ ആ 3 മണിക്കാണ് ഈ തീയതി പ്രഖ്യാപനത്തിനായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായാലും അതിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് എത്ര ഘട്ടമായി നടത്തും, അത് ഏതൊക്കെ തീയതികളിലായിരിക്കും എന്നുള്ള കാര്യങ്ങളിലെല്ലാം നാളെ അറിയുവാൻ കഴിയും. ഒപ്പം ചില സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതികൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രജിൻ, അച്യുതൻ, നാളെ 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം എന്നതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, 2 ഒഴിവുകളായിരുന്നത് ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ കണ്ടെത്തുന്ന സമിതിയുടെ യോഗം ചേർന്ന് ആ 2 ഒഴിവുകളും ഫില്ല് ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ഇന്ന് രാവിലെ ചേർന്നു. അതിനു മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചത് തെരഞ്ഞെടുപ്പ് നടത്താൻ, പൊതു തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ അത് തെരഞ്ഞെടുപ്പാണ്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പാണ്, അതിനൊരുക്കമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെ സമ്പൂർണ്ണ യോഗം ചേരുകയും നാളെ ഔദ്യോഗികമായി ഈ തീയതി തീരുമാനിക്കും അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, നേരത്തെ വന്നത് 7 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കും രാജ്യത്ത് എന്നതാണ്. അങ്ങനെ സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ ഇതിനൊപ്പം നടക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് അതൊക്കെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഡൽഹിയിൽ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? വിജയൻ സൂചിപ്പിച്ചതുപോലെ 7 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താം എന്ന ധാരണയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഘട്ടങ്ങളുടെ എണ്ണം കൂട്ടാനായിട്ടുള്ള താല്പര്യം ഈ അർദ്ധസൈനിക വിഭാഗങ്ങൾക്കാണ്. അവർ ആ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. കാര്യം ഈ ഡിപ്ലോയ്മെന്റിന് കൂടുതൽ സാവകാശം ലഭിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് 10-നായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയോളം വൈകി ഇന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ്
നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അവരുടെ മറ്റ് കടമകൾ പൂർത്തിയാക്കി ഈ കാര്യങ്ങൾ പരിസമാപ്തിയിൽ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി ഏതെങ്കിലും വിധത്തിൽ ഒരു വൈകൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധ്യമല്ല. വേഗത്തിൽ തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കുക എന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധത്തിലാണ് പോകുന്നത്. പക്ഷേ അവിടെ ഒരു അനുകൂല ഘടകം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന പതിവിന് ഇത്തവണ മാറ്റം ഉണ്ടായിരിക്കുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് പകുതിയോളം ശതമാനമെങ്കിലും ആളുകളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന വിധത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് തീയതി അല്പം നേരത്തെ ആയാൽ പോലും, അഥവാ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഏപ്രിൽ മാസം പകുതിയോടുകൂടി ആയാൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ആഘോഷങ്ങളാണ് ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ തീയതി പരിഗണിക്കുന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും അവസാനമായിട്ട് നിരീക്ഷിച്ചത്. അത് അനുസരിച്ച് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരാൻ പോകുന്ന ആഘോഷങ്ങൾ അതെല്ലാം കൂടി പരിഗണിച്ച്, വിഷുവൊക്കെയുള്ള ആഘോഷങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു തീയതിയിലേക്ക് വരിക. കഴിഞ്ഞ തവണ ഏതാണ്ട് മൂന്നാമത്തെ ഘട്ടമായിട്ടൊക്കെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോഴും ഇത്തവണ സാധാരണഗതിയിൽ ഈ ആദ്യ മുൻ തവണത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടുത്ത തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ താഴെ തട്ടിൽ നിന്ന് വീണ്ടും നടത്തുക എന്നുള്ളതാണ്. ഓരോ തവണയും റിവേഴ്സ് രീതിയിലാണ് നടത്തി വരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിന് ഏതാണ്ട് മധ്യത്തോടുകൂടി 3-4 ഒക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷേ ഏതെങ്കിലും മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, അഥവാ വിലയിരുത്തപ്പെടുന്ന മറ്റേതെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ജനവിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന മേഖലകളിൽ ഈ മതപരമായിട്ടുള്ള ആചാരങ്ങളുള്ള ദിവസം അതൊക്കെ കൂടി പരിഗണിച്ചിട്ട് ആയിരിക്കും തീരുമാനമെടുക്കുക. ഏതായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ എത്തും. നാളെ രാവിലെ സമ്പൂർണ്ണമായിട്ടുള്ള യോഗം വീണ്ടും ചേരും. ആ യോഗത്തിന് ശേഷമായിരിക്കും അന്തിമമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് തീയതികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുക. പ്രഖ്യാപനം ഉച്ചയ്ക്ക് 3 മണിക്കാണ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഇന്ന് അവസാനം, നമ്മുടെ ഈ പ്രവൃത്തി ദിവസത്തിന്റെ അവസാനം എന്ന് പറയുന്നത് പോലെ സർക്കാരിൻ്റെ പ്രവൃത്തി ദിവസത്തിൻ്റെ ഏറ്റവും നാളെ 3 മണി വരെ മാത്രമേ സർക്കാരിന് അങ്ങനെ പ്രവർത്തിക്കാനാകൂ. പെരുമാറ്റച്ചട്ടം അതിനു മുൻപേ നിലവിൽ വരും. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ സുപ്രധാനമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടി നമ്മൾ കാക്കുന്നുണ്ട്. ആ പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകും എന്ന വിധത്തിലാണ് ലഭ്യമാകുന്ന സൂചനകൾ. പ്രധാനമന്ത്രി തുടരുക. ബി ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഉണ്ടാവാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ആർക്കേത് സൂചിപ്പിക്കുകയായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും ഇതിനോടകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് പകുതി പിന്നിട്ടു. BJP 250 സ്ഥാനാർത്ഥികളെ ഇതിനോടകം പ്രഖ്യാപിച്ചു. പ്രാദേശിക പാർട്ടികളൊക്കെ അവരുടെ സമ്പൂർണ്ണ ലിസ്റ്റ് പലരും ഇതിനോടകം പുറത്തിറക്കിയിട്ടുണ്ട്. പ്രചാരണം നേരത്തെ തന്നെ തുടങ്ങി. നേരത്തെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരമൊരു തന്ത്രമായി പല രാഷ്ട്രീയ പാർട്ടികളും നടപ്പാക്കി തുടങ്ങിയത്. അപ്പോൾ മുന്നണികൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് സജ്ജമായി എന്നത് ഇതിനോടകം വ്യക്തമാണ്. എത്ര കടുത്തതായിരിക്കും ഈ തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പോരാട്ടം? അതിൻ്റെ മേഖലകൾ തിരിച്ചു നോക്കിയാൽ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ചിത്രം എന്താണ്? വിജയകുമാർ, ഇതിനകം വന്നിട്ടുള്ള അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ തന്നെ BJPയുടെ ഒരു ആധിപത്യമാണ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യത്തിന് വലിയ ഒരു പ്രകടനം ഇത്തവണ കാഴ്ചവെക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് ഈ അഭിപ്രായ സർവേകളൊക്കെ പ്രവചിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉണ്ടാകുമോ, വിവിധ സംസ്ഥാനങ്ങളിലെ വിഷയങ്ങൾ അത് വോട്ടർമാരെ സ്വാധീനിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുകയാണ്. നാളെ വൈകിട്ട് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക. വിവിധ ഘട്ടങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണ 7 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഏപ്രിൽ 11 തുടങ്ങി മെയ് 11 അവസാനിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ തവണ 2019 അന്ന് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ 7 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇത്തവണ ഈ രാജ്യവ്യാപകമായ ഈ തെരഞ്ഞെടുപ്പ് അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ സുഗമമായി നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് കൂടി അവിടേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും അത് ഒരുമിച്ച് നടത്തണമോ എന്ന കാര്യമൊക്കെ കഴിഞ്ഞ ദിവസമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ശ്രീനഗറിലെത്തി വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ശ്രീനഗറിലെ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് കൂടി ഇപ്പോൾ ഉണ്ടാകുമോ എന്ന കാര്യം കൂടി ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ
സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ചേർന്നിട്ട് നാളെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വിജയകുമാർ. ദിലീപ്, ആന്ധ്ര, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി ഇതിനൊപ്പം നടക്കുന്നുണ്ട്. അതും ഈ ഘട്ടത്തിൽ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിവരം തന്നെയാണ്. അതിനൊപ്പം ഇപ്പോൾ ആർ കെ സൂചിപ്പിച്ചതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഉത്സവാഘോഷങ്ങൾ, പരീക്ഷ നടത്തിപ്പ്, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തീയതിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഏപ്രിൽ 15-നും ഒരു 20-നും അല്ലെങ്കിൽ ഒരു 25-നും ഇടയിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും ഒറ്റഘട്ടമായി. അതാണ് നമ്മളുടെ സാധാരണ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ രീതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമമായി തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു ഏപ്രിൽ 15-നും 25-നും ഇടയിൽ ഒരു 10 ദിവസത്തെ എന്ന് നമ്മൾ വെച്ചാൽ അതിനിടയിൽ ഒരു ഏപ്രിൽ 19 പ്രതീക്ഷിക്കുന്ന തീയതിയാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ കേരളത്തിൽ മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടില്ലേ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തന്നെ? വിജയകുമാർ, കേരളത്തിലെ മുന്നണികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിരുന്നു. BJPയും ഇനി 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ BJP സ്ഥാനാർത്ഥികളുടെ സമ്പൂർണ്ണ പട്ടികയും വരും. ഇതിനകം ഈ വിവരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള BJPയുടെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. ഏതായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം ഇതിനകം തന്നെ ചൂടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ, സ്ഥാനാർത്ഥികൾ നേരിട്ട് വോട്ട് തേടൽ, ഇതൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ഏപ്രിൽ 15-ന് അല്ലെങ്കിൽ 19-നകം ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിന് നേരിടാനുള്ള ഒരുക്കങ്ങൾ കേരളത്തിലെ മുന്നണികളെ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളുടെയും സ്ഥിതി ഇതല്ല. ദേശീയ തലത്തിൽ നോക്കിയാൽ BJP ഇതിനകം 250 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിലെ കോൺഗ്രസിൻ്റേതടക്കം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹം അമേത്തിയിൽ, പരമ്പരാഗത മണ്ഡലമായിരുന്ന അമേത്തിയിൽ കൂടി മത്സരിക്കുമോ എന്ന കാര്യം ഇനി അറിയേണ്ടതുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിൽ തന്നെ അവിടെ ഇപ്പോഴും DMK സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അവരുടെ മണ്ഡലങ്ങൾ ഏതൊക്കെ പാർട്ടികൾക്കായിരിക്കുമെന്ന കാര്യത്തിലുള്ള ഒരു വീതം വയ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഇനി വരേണ്ടതുണ്ട്. അവിടെ കോൺഗ്രസ് ഇപ്പോഴും ഈ DMK വാഗ്ദാനം ചെയ്ത സീറ്റുകൾ അത് പോരാ എന്ന നിലയിലാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആ നിലയിൽ ഇനി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. ഈ മുന്നണി ധാരണ പ്രകാരമുള്ള എത്ര സീറ്റുകൾ എന്നതൊക്കെ സംബന്ധിച്ചും ഇനിയും അറിയേണ്ടതുണ്ട്. ബംഗാളിൽ മമതാ ബാനർജി 42 മണ്ഡലങ്ങളിലെയും തൃണമൂൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും നിരവധി പേർ വന്നിട്ടുണ്ട്. പക്ഷേ ഇടതുമുന്നണി കോൺഗ്രസുമായുള്ള ധാരണ ഇനിയും പൂർത്തിയായിട്ടില്ല. പക്ഷേ CPIM ഇന്നലെ 16 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ബംഗാളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസുമായുള്ള ധാരണ ഇനി അത് ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും എന്നതൊക്കെ സംബന്ധിച്ചും ഇനി അറിയേണ്ടതുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും സീറ്റ് ധാരണകൾ പൂർത്തിയായിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് മുന്നണികളും പാർട്ടികളുമൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വിജയകുമാർ. BJP ഇതിനോടകം 257 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് 82 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മറ്റ് പ്രാദേശിക പാർട്ടികളിൽ പലരും ഇതിനോടകം അവരവരുടെ സംസ്ഥാനങ്ങളിൽ പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ തീയതി പ്രഖ്യാപിക്കേണ്ടതേ ബാക്കിയുള്ളൂ. 7 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതാണ് ഇതുവരെ പുറത്തുവരുന്ന സൂചന. കേരളത്തിൽ ഏപ്രിൽ 15-ന് ശേഷമായിരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. സംസ്ഥാനത്ത് ഒട്ടാകെ, സംസ്ഥാന വ്യാപകമായി അല്ല രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം ഉദ്യോഗസ്ഥ തലത്തിലൊക്കെയുള്ള പരിശോധനകൾ നടത്തുകയും നേരിട്ട് പര്യടനം നടത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. കാലാവസ്ഥ, പരീക്ഷകൾ, ഉത്സവാഘോഷങ്ങൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ തീയതി തീരുമാനിക്കുന്നത്. ആന്ധ്ര, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഇതിനോടൊപ്പം തെരഞ്ഞെടുപ്പുണ്ടോ എന്നതാണ് ഒരു ആകാംക്ഷ അറിയാനുള്ളത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ആർക്കെ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പര്യടനം, അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയ ശേഷമുള്ള തീരുമാനങ്ങൾ, ഒപ്പം സുരക്ഷാ വിന്യാസം, ഇതൊക്കെയാണല്ലോ ഈ തീയതി തീരുമാനിക്കുന്നതിലെ മറ്റ് നിർണായക സ്വാധീന ഘടകങ്ങൾ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം പൂർത്തിയാക്കി. അവർ ഇന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമാണ് എന്നത്. അപ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ് തീയതി വന്നാൽ അത് മാത്രമാണ് ബാക്കിയുള്ളത്. അതിനോടകം ചെയ്തു തീർക്കേണ്ട മുഴുവൻ ഹോംവർക്കുകളും
കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ ഇപ്പോഴല്ലേ? പ്രധാനപ്പെട്ട ഒന്ന്, ഈ തെരഞ്ഞെടുപ്പായിരിക്കും രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും പ്രത്യേകമായിട്ട് നടക്കാനായിട്ട് പോകുന്ന ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയാം. 1951 മുതലുള്ള കാലഘട്ടങ്ങളിൽ ഒരിക്കൽ നടന്ന് വന്നിരുന്നെങ്കിലും പിന്നീട് അത് വ്യത്യസ്ത രാഷ്ട്രീയ കാരണങ്ങളാൽ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ രാജ്യത്ത് ഏറ്റവും അവസാനമായിട്ട് ഈ വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന രീതി മാറുകയാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഒറ്റ തെരഞ്ഞെടുപ്പായിട്ട് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, സാധ്യമെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും ഒക്കെ ഒരുമിച്ച് നടത്തുന്ന വിധത്തിലേക്ക് മാറാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വാശി വലുതായിരിക്കും, ഏറെ വലിയ രീതിയിലുള്ള പ്രചരണമായിരിക്കും. കാരണം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രാദേശിക നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും എപ്പോഴൊക്കെ ഒരുമിച്ച് നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ സംസ്ഥാന വിഷയങ്ങൾ എന്നതിനേക്കാൾ ഉപരി ദേശീയ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ ഈ നാട്ടിലെ പ്രാദേശിക പാർട്ടികൾക്ക് ലഭിച്ചു വരുന്ന പ്രാധാന്യം ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വളരെ വലുതാണ്. ഒരുപക്ഷെ അവരടക്കമുള്ളവർ അടുത്ത സമയത്തേക്ക് തങ്ങളുടെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മാറാൻ കൂടി പോവുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണാനിരിക്കുന്ന ഈ നാളെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണാനിരിക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന വിധത്തിലായിരിക്കും. നമ്മളിപ്പോൾ മുൻവിധിയോടുകൂടി ചില സമീപനങ്ങളൊക്കെ ചില മേഖലകളിൽ നിന്നുണ്ട്. അത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് പലയിടത്തും അവർക്ക് അത്ര വലിയ ശക്തിയില്ല എന്നൊക്കെയുള്ള പ്രചരണം ഒക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ നാളെ മുതൽ മാറാനായിട്ട് പോവുകയാണ്. എല്ലായിടങ്ങളിലും വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികളൊക്കെ വരുമ്പോഴേക്കും നമ്മളൊന്നും കാണാത്ത, നമ്മളൊന്നും അറിയാത്ത, പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ചിട്ടുള്ള ജനാധിപത്യ രീതിയിൽ പലപ്പോഴും ഭൂരിപക്ഷം ഉണ്ടാകുമെന്നോ തൂക്ക് മന്ത്രിസഭകൾക്കൊക്കെ കാരണമായിട്ടുള്ള വിധത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഏറെ വലുതാണ്. അത് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സ്ട്രോങ് ഹോൾഡുകളൊന്നും കോട്ടകളൊന്നും ഒക്കെ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന പല സംസ്ഥാനങ്ങളിലും ഈ പ്രചരണത്തിന്റെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള അവസരങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിലായിരിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും അവരവരുടെ നേതൃനിര അതിനനുസരിച്ചിട്ടുള്ള തന്ത്രങ്ങളായിരിക്കും രൂപപ്പെടുത്തുക. BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അമിത്ഷാ അടങ്ങുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ഒരു വലിയ നിര തന്നെ അവരുടെ ഇത്തവണത്തെ ഈ പ്രചരണ രംഗത്ത് ഇറങ്ങും. ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും കൂടുതൽ നേട്ടമുണ്ടാക്കുക, ഒപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ബംഗാൾ അടക്കമുള്ള മേഖലകളിൽ നിന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഒരു പാൻ ഇന്ത്യ നേട്ടത്തോടുകൂടി 400-ലധികം സീറ്റുകൾ എന്ന ലക്ഷ്യമാണ് BJP ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നത്. മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ തങ്ങളുടെ പ്രതാപം, അത് ആ പ്രതാപകാലത്തെ നേട്ടം ഇല്ലെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഒരുപക്ഷെ നെഹ്റു കുടുംബത്തിന്റെ പ്രസക്തി ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്നത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമായ സീറ്റുകൾ നേടുകയും പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ തങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആ പ്രതിച്ഛായ നിർത്തുന്ന വിധത്തിൽ കൂടുതൽ സീറ്റുകൾ സംഭരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് എത്തുകയും ചെയ്യാനാണ് അവരുടെ ഒരു ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ഈ തൂക്ക് സഭയൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ വീണ്ടും രാജ്യത്ത് അധികാരത്തിലേക്ക് വരാൻ പറ്റുന്ന അവസ്ഥ എത്തും എന്ന് കരുതുന്നു. കാര്യം നമുക്ക് ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ കണക്കൊക്കെ പരിശോധിച്ചാൽ നോക്കാം, കൂടുതൽ പണം കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനേക്കാൾ തൃണമൂൽ കോൺഗ്രസിനാണ്. മമതാ ബാനർജി സ്വീകരിക്കുന്ന അഗ്രസീവായിട്ടുള്ള നിലപാട് ഒരുപക്ഷെ പല മേഖലകളിലും കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില പ്രാദേശിക പാർട്ടികളെ മമതയുടെ നേതൃത്വത്തിന് കീഴിലേക്ക് എത്തിക്കുന്ന വിധത്തിലേക്ക് പോയിട്ടുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കന്മാരുടെ പ്രചരണ പരിപാടികൾ ഒക്കെ ഇതിനനുബന്ധമായിട്ട് ഒക്കെ നമുക്ക് കൂട്ടി വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ പ്രചരണ രീതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരുന്നത്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സാധാരണഗതിയിൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് അത്ര വലിയ ശക്തിയൊന്നും ഇല്ലെന്ന് പറയുകയാണെങ്കിലും ഇത്തവണ അവർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളം അടക്കമുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും നേട്ടമിട്ടുകൊണ്ടാണ് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി അടക്കമുള്ള സംഘം ഇനി വരുന്ന ദിവസങ്ങളിൽ പറന്ന് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്താനായി പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ഏതാണ്ട് 125ഓളം പൊതുയോഗങ്ങളിൽ റാലികളിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. വിജയൻ.
യെസ്, നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ വാർത്താ സമ്മേളനം ഉണ്ടാകുക. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. തീയതി നാളെ തന്നെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് രാവിലെ തന്നെ അറിയിച്ചിരുന്നു. 2 അംഗങ്ങൾ ചുമതലയേറ്റ ശേഷമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കാര്യം അറിയിച്ചത്. നാളെ പൊതു തെരഞ്ഞെടുപ്പിന്റെ തീയതി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുകയാണ്. ദിലീപ് കുമാർ, ഇത് BJP പറയുന്നു NDA 400-ലധികം സീറ്റുകളോടെ അധികാരത്തിലേക്ക് എത്തും. BJPക്ക് തനിയെ 370 സീറ്റുകൾ കിട്ടണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ പൊതുയോഗങ്ങളിലും പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ കാഹളം നേരത്തെ തന്നെ മുഴങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇന്ത്യ സഖ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ ആകെ ഒരുമിപ്പിക്കാൻ നടത്തിയ നീക്കം അത് പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിൽ പോലും അതിൽ ഏറെ മുന്നോട്ട് പോകാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. BJPയെ നേരിടാൻ പല സംസ്ഥാനങ്ങളിലും അവർക്കത് കരുത്ത് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ BJPയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിൽ ശ്രദ്ധേയമാകാൻ പോകുന്ന സംസ്ഥാനങ്ങൾ, ഒപ്പം തെക്കേ ഇന്ത്യയിലെ 130 സീറ്റുകളിൽ കഴിഞ്ഞ തവണ BJPക്ക് 30 സീറ്റുകളാണ് കിട്ടിയത്. അത് കൂട്ടാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഇതാ ഇന്നും പ്രധാനമന്ത്രി ഇവിടെ കന്യാകുമാരിയിലുണ്ട്, കേരളത്തിലേക്ക് വരുന്നു, തെലങ്കാനയിലേക്ക് പോകുന്നു. ആ നീക്കങ്ങൾ, അങ്ങനെ ഈ മേഖലകൾ തിരിച്ചുള്ള പോരാട്ടത്തിൽ അത് എത്രത്തോളം ചൂടേറിയതായിരിക്കും, എത്ര കടുത്തതായിരിക്കും ആ പോരാട്ടം രാജ്യത്ത് നടക്കാൻ പോകുന്നത്? വിജയകുമാർ, BJPയെ സംബന്ധിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അത് അവർ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി എന്ന കാര്യം, രാമക്ഷേത്ര നിർമ്മാണം, ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയത്, അങ്ങനെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയും ഈ വോട്ടുകൾ, ഭൂരിപക്ഷ വോട്ടുകൾ അത് സമാഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ BJPയെ സംബന്ധിച്ച് അത് നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നതാണ് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യം. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി ഈ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്താൻ BJP സർക്കാരിന് കഴിഞ്ഞു. ഹിമാചൽ പ്രദേശാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ മാറി നിന്ന ഒരു സംസ്ഥാനമെന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയ ഒരു സംസ്ഥാനമെന്ന് പറയാവുന്നത്. പക്ഷേ അവിടെയും സ്ഥിതിഗതികൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശാവഹമല്ല എന്നതാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള വിമത നീക്കങ്ങളൊക്കെ, അത് വിമത നീക്കങ്ങൾ മാത്രമല്ല, രാജ്യസഭയിലേക്ക് അഭിഷേക് സിംഗ്വിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് പരാജയപ്പെടുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു, BJP സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായി അവിടെ വിജയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നേരത്തെ BJPയുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന, നേരത്തെ BJPയിൽ നിന്ന് മാറി BJP ശിവസേന സഖ്യം അവസാനിക്കുകയും ശിവസേന മഹാഗഡ്ബന്ധൻ പിന്നീട് NCPയും കോൺഗ്രസുമായി ഒക്കെ ചേർന്ന് ആ ഒരു വിശാല മുന്നണി രൂപീകരിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെയും BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ നീക്കങ്ങൾ വിജയിച്ചു. ഏക്നാഥ് ഷിൻഡെ, ശിവസേനയിൽ പിളർപ്പുണ്ടാക്കിക്കൊണ്ട് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഉള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ സംസ്ഥാന നിയമസഭകളിൽ ഈ അടുത്ത നടന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ ഒരു കാസ്റ്റ് ഇക്വേഷൻ, അല്ലെങ്കിൽ അതൊരു ജാതി എഞ്ചിനീയറിങ്ങിന് അത് എങ്ങനെ BJPക്ക് സഹായകമാക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ചിന്തകളും ആ നിലയിലുള്ള മുഖ്യമന്ത്രിമാരെയുമാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ വെച്ചിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിഷ്ണുകുമാർ സാഹിയെ മുഖ്യമന്ത്രിയാക്കുന്നു. രാജസ്ഥാനിൽ ഒരു ബ്രാഹ്മണ നേതാവിനെ മുഖ്യമന്ത്രിയാക്കുന്നു. മധ്യപ്രദേശിൽ OBC നേതാവിനെ മുഖ്യമന്ത്രിയാക്കുന്നു. അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അപ്രതീക്ഷിതമായി ഹരിയാന മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മനോഹർലാൽ ഖട്ടറെ മാറ്റി പുതിയ മുഖ്യമന്ത്രിയെ അവിടെ OBC വിഭാഗത്തിലുള്ള നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണത്തേക്കാൾ അവർക്ക് കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കാൻ ഉതകും വിധമുള്ള ചില നീക്കങ്ങൾ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. മറുവശത്ത് പ്രതിപക്ഷ സഖ്യമാകട്ടെ ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും, ഇന്ത്യ സഖ്യമെന്ന് പേരുണ്ടെങ്കിലും പക്ഷേ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ആ സഖ്യം അതിൻ്റെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. അത് ബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. നേരത്തെ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകിയിരുന്ന ആ പേര് നിർദ്ദേശിച്ച, ഇന്ത്യ എന്ന ആ സഖ്യത്തിന് പേര് നിർദ്ദേശിച്ച നിതീഷ് കുമാർ തന്നെ BJP സഖ്യത്തോടൊപ്പം പോകുന്നു. ആ നിലയിലുള്ള
പല രാഷ്ട്രീയ ചലനങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചു വരികയാണ്. BJPയെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസം, അവർക്ക് ഇപ്പോഴും കുറെ അപ്രാപ്യം എന്ന് കരുതാവുന്നത് ഈ കർണാടക ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ആ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. കേരളത്തിൽ തന്നെ അവർ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഏതാണ്ട് 6 മണ്ഡലങ്ങൾ, അതിൽ തന്നെ 3 മണ്ഡലങ്ങൾ കൂടുതൽ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. വിജയകുമാർ, മറ്റൊരു കാര്യം, നാളെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമോ, അതോ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള BJP കേരളത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള വിമർശനം, ഇതൊക്കെ ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ എന്തൊക്കെയായിരിക്കും എന്നറിയാൻ ദേശീയ രാഷ്ട്രീയം കേരളത്തിലേക്ക് ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. വിജയകുമാർ, തെരഞ്ഞെടുപ്പ് നാളെ അതിൻ്റെ തീയതി പ്രഖ്യാപിക്കും എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു പൊതുയോഗം അത് പത്തനംതിട്ടയിലാണ്. കോൺഗ്രസിൻ്റെ തട്ടകത്തിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെ നേരിടുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പൊതുസമ്മേളനത്തിൽ സംസാരിക്കാൻ പോകുന്നു. നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ വിമർശനങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ, എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങൾ ഒക്കെ ഉണ്ടാകുമോ? നേരത്തെ ആർക്കെ അത് സൂചിപ്പിച്ചിരുന്നു. നാളെ തെരഞ്ഞെടുപ്പ് തീയതി വന്നാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നിർണായകമായ മറ്റ് പ്രഖ്യാപനങ്ങൾക്ക് മുതിരുമോ? പെട്രോൾ ഡീസൽ വില കുറച്ച തീരുമാനം ഇന്നലെ വന്നിരുന്നു. പാചകവാതകത്തിൻ്റെ വില കൂട്ടുന്ന തീരുമാനം നേരത്തെ വന്നിരുന്നു. അപ്പോൾ ആ നിലയ്ക്കൊക്കെയുള്ള തീരുമാനങ്ങൾ നേരത്തെ വന്നതാണ്. അതിന് പിന്നാലെ എന്തെങ്കിലും പുതിയ പദ്ധതികളോ പുതിയ തീരുമാനങ്ങളോ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാനിരിക്കുന്നുണ്ടോ എന്നതൊക്കെ അടുത്ത 24 മണിക്കൂറിൽ അറിയാം. 24 മണിക്കൂറില്ല, ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെ കേന്ദ്രത്തിൻ്റെ തീരുമാനങ്ങൾ അറിയാൻ കഴിയും. പ്രധാനമന്ത്രിയുടെ പ്രസംഗം അതൊരു പക്ഷേ ഇതിനോടകം ശ്രദ്ധയാകർഷിക്കാൻ പോകുന്നതാണ്. പത്തനംതിട്ടയിലേത് തെരഞ്ഞെടുപ്പ് തീയതി വരുന്നതിന് തൊട്ടു മുമ്പ് നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. കഴിഞ്ഞ തവണ ഏപ്രിൽ 11 ആരംഭിച്ച് മെയ് 11 വരെ 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നു. നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16 അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 7 ഘട്ടങ്ങളായി തന്നെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ സമയക്രമം അടക്കം നാളെയാണ് വരാനിരിക്കുന്നത്. ദിലീപ്, ഇപ്പോൾ ഇവിടെ ആർക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് 2029 രാജ്യം കടക്കും എന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ കടക്കണം എന്നതാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി നൽകിയ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ശുപാർശ. അതിൻ്റെ ഗുണവശങ്ങളൊക്കെ ഏതാണ്ട് 10,000 പേജിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ആ സമിതി. അപ്പോൾ നമ്മൾ നിയമസഭയിലും ലോക്സഭയിലേക്കും ഒരുമിച്ച് വോട്ട് ചെയ്യേണ്ടി വരും 2029 മുതൽ. അതിനു മുന്നേ നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന ഒരു പ്രത്യേകത കൂടി വേണമെങ്കിൽ, അങ്ങനെ ഉറപ്പിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനുണ്ടെന്ന് പറയാം, അല്ലേ? വിജയകുമാർ, 2029 തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മാത്രമല്ല മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിൽ പോലും ആ നിലയിലുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലുള്ളതായിരിക്കും എന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. കാരണം അത് അക്കാര്യത്തിൽ BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമൊക്കെ ഉള്ള തീരുമാനം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയെ നിയോഗിച്ചിരുന്നത്. ആ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2029 തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലായിരിക്കും. കോൺഗ്രസിൻ്റെ വിയോജിപ്പോടുകൂടിയാണ് ഇത്തരമൊരു തീരുമാനത്തിൽ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ആ നിലയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത 2029 വരുമ്പോൾ പല സംസ്ഥാന നിയമസഭകളുടെയും ഒക്കെ കാലാവധി തുടരുന്ന ഒരു ഘട്ടമായിരിക്കും 2029. കേരളത്തിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് 2026 നടന്നാൽ പിന്നെ ഒരു 5 വർഷത്തേക്കുള്ള 2026 കഴിഞ്ഞുള്ള 5 വർഷം എന്ന നിലയിലാണ് ആ സർക്കാരിനെ തിരഞ്ഞെടുക്കുക. പക്ഷേ അത് ഈ 2029 തെരഞ്ഞെടുപ്പാവുകയാണെങ്കിൽ, അങ്ങനെ ആ നിലയിലൊരു തീരുമാനം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലാവുകയാണെങ്കിൽ അന്നത്തെ കേരള സർക്കാരിന് ഈ പകുതി വഴിയിൽ തന്നെ അത് മാറേണ്ടി വരും. പുതിയ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തും നടത്തേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും BJPയെ സംബന്ധിച്ച് ആ തീരുമാനം നടപ്പാക്കും അധികാരത്തിലെത്തിയാൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയൻ.